വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. അപ്പോൾ വിങ്സ് അക്കാഡമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് ആൻഡ് ദി നെവർ നെവർ നെസ് എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് മെയിൻ ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ, നിങ്ങൾ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആണ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഇറ്റ്സ് റിട്ടൺ ബൈ മാർത്ത സലിനാസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ക്യാരക്ടറിന്റെ പേരും മാർത്ത തന്നെയാണ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ എന്താണ് ക്യാരക്ടറിന്റെ പേരും എന്താണ്, മാർത്ത തന്നെയാണ്. ലൈക്ക് ഒരു ബയോഗ്രഫിക്കൽ എലമെന്റ് പോലെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോവാം. ഫസ്റ്റ് പറയാൻ പോണത് ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറി ആണ്. നറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം കുറെ അധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. മാർത്ത വാസ് 14 years old when she was an 8th grade student at Texas School. ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ടെക്സസ് സ്കൂൾ എന്നാണ്. ഓക്കെ, ഞാൻ എഴുതാം, Texas School. Okay. The school had a tradition of awarding a beautiful gold and green jacket to the class valedictorian every year during the 8th grade graduation. അപ്പോൾ നമുക്ക് അത്രയും പറയാം. അതായത് മാർത്ത എന്ന് പറയുന്നത് ഒരു 14 വയസ്സുള്ള ഒരു കുട്ടിയാണ്. 14 വയസ്സുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്ത് മാർത്ത എന്ന് പറയുന്നത്. നമ്മളിവിടെ 14 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം 9ാം ക്ലാസ്സിലാവുന്ന ഒന്നല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ മാർത്ത എന്നാണ് 14 വയസ്സാണെങ്കിലും അവൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അവള് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അവൾ പഠിക്കുന്ന സ്കൂളിന്റെ പേരാണെന്ത്? ടെക്സസ് സ്കൂൾ. എന്താണ് സ്കൂളിന്റെ പേര്? ടെക്സസ് സ്കൂൾ. അപ്പൊ ഈ ഒരു സ്കൂളിൽ ഒരു ട്രഡീഷൻ ഉണ്ട്. ഈ ഒരു സ്കൂളിൽ എന്താണ് ഒരു ട്രഡീഷൻ ഉണ്ട്. ട്രഡീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 8ാം ക്ലാസ്സിൽ ഗ്രാജുവേഷൻ നടക്കും. നമ്മളിവിടെ 8ാം ക്ലാസ്സിൽ ഗ്രാജുവേഷൻ ഇല്ല അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് 8ാം ക്ലാസ്സിൽ ഗ്രാജുവേഷൻ നടക്കും. ഈ ഒരു 8ാം ക്ലാസ്സിൽ നടക്കുന്ന ഈ ഒരു ഗ്രാജുവേഷന് അവർ അവാർഡായിട്ട് കൊടുക്കുന്നത് ഒരു ജാക്കറ്റ് ആണ്. അവാർഡായിട്ട് കൊടുക്കുന്നത് എന്താണ്? ഒരു ബ്യൂട്ടിഫുൾ ഗോൾഡ് ആൻഡ് ഗ്രീൻ ജാക്കറ്റ് ആണ്. ഓക്കെ, അപ്പൊ ആർക്കാണ് അവാർഡായിട്ട് കൊടുക്കുക? ക്ലാസ് വാലഡിറ്റോറിയൻ. വാലഡിറ്റോറിയൻ എന്ന് പറഞ്ഞാൽ ടോപ്പർ എന്നാണ്, ക്ലാസ് ടോപ്പർക്ക്. അതായത് 8ാം ക്ലാസ്സിൽ മാത്രം ടോപ്പർ ആയ പോരാ, 1 മുതൽ 8 വരെ ടോപ്പർ ആയ ഒരു കുട്ടിക്കാണ് എന്ത് കൊടുക്കുക? ഈ ഒരു ജാക്കറ്റ് കൊടുക്കുക. ഓക്കെ, that year Martha was expected to win the jacket as she had been a straight A student since the first grade. അപ്പൊ എന്താണ് ആ ഒരു വർഷം മാർത്ത 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വർഷം എന്താണ്? മാർത്ത എന്താണ് വിചാരിച്ചത്? അവൾക്കാണ് ഈ ഒരു ജാക്കറ്റ് കിട്ടാന്നാണ് വിചാരിച്ചത്. എല്ലാവരും അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്തത്. കാരണം 1 മുതൽ 8 വരെ ഒരു സ്ട്രേറ്റ് എ ഗ്രേഡ്, അതായത് ക്ലാസ് ടോപ്പർ ആയിട്ട് നിൽക്കുന്ന കുട്ടിയാണ് ആര്? മാർത്ത. ഓക്കെ, her sister Rosie had also won the jacket a few years back. അപ്പോ നമ്മുടെ ആർക്കാണ്? മാർത്തയ്ക്ക് ഒരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്ററിന്റെ പേരാണെന്ത്? റോസി. റോസിയും എന്താണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ജാക്കറ്റ് വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, one day at school she happened to hear a heated conversation between her history teacher Mr. Smith and mathematics teacher Mr. Bond. അപ്പോൾ ഒരു ദിവസം ഒരു സ്കൂളിൽ എന്താണ് അവളുടെ 2 ടീച്ചേഴ്സ് തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ് കേൾക്കാൻ ഇടയായി. ടീച്ചേഴ്സിന്റെ പേരാണെന്ത്? സ്മിത്ത് ആൻഡ് ബോർഡ്. സ്മിത്ത് എന്ന് പറയുന്നത് ഹിസ്റ്ററി ടീച്ചറും ബോർഡ് എന്ന് പറയുന്നത് മാത്സ് ടീച്ചറും ആണ്. ഓക്കെ, ബാക്കി നോക്കാം. From their talk she understood that there was a conspiracy taking place against her regarding the award. അപ്പോൾ അവരെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് അവാർഡ് കൊടുക്കണമെങ്കിൽ എന്താണ് ഒരു ചെറിയൊരു നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നുണ്ട്, ഒരു പ്രശ്നമുണ്ട് ഇവൾക്ക് അവാർഡ് കൊടുക്കണമെങ്കിൽ. എന്താണ് പ്രശ്നം നോക്കാം. മിസ്റ്റർ ബൂൺ വാസ് ഓഫ് ദി ഒപ്പീനിയൻ that they should falsify the record in favor of Joanne. ജോവാൻ എന്ന് പറയുന്നത് അവളുടെ ക്ലാസ്സിൽ നിന്നുള്ള വേറൊരു കുട്ടിയാണ്. അനദർ സ്റ്റുഡന്റ് ആൻഡ് ദി ഡോട്ടർ ഓഫ് ദി ബോർഡ് സ്കൂൾ ബോർഡ് മെമ്പർ. അപ്പോ നമ്മുടെ മിസ്റ്റർ പൂൺ എന്ന് പറയുന്ന മാത്തമാറ്റിക്സ് ടീച്ചർ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ എന്താണ് ജോവാൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ഈ ഒരു കുട്ടിക്ക് എന്ത് കൊടുക്കണം? റെക്കോർഡ്സ് ഫാൾസിഫൈ ചെയ്തിട്ട്, അതായത് മാർക്കിന്റെ റെക്കോർഡ്സ് എന്താണ് തെറ്റായി രേഖപ്പെടുത്തിയിട്ട് ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ജോവാന് കൊടുക്കണം എന്ന് പറയാണ്. ജോവാന് കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഭയങ്കര റിച്ച് ആണ്. ആ ഒരു കുട്ടിയുടെ ഫാദർ ആണ് എന്ത് അവിടുത്തെ മാനേജ്മെന്റിൽ ഒരു ബോർഡിൽ ഒരു അംഗമാണ്. മാനേജ്മെന്റ് ബോർഡ് ഉണ്ടാവില്ല, ഇതിൽ അംഗമാണ് ആര്? ജോവാന്റെ ഫാദർ. മാത്രമല്ല ജോവാന്റെ ഫാദറിനാണ് എന്ത് ഇവിടെ ടൗണിലാകെ ഷോപ്പ് ഉള്ളത് ജോവാന്റെ ഫാദറിനാണ്. ഓക്കെ, ബാക്കി നോക്കാം. ബട്ട് മിസ്റ്റർ സ്മിത്ത് വാസ് അഗെയിൻസ്റ്റ് ഇറ്റ്. അപ്പോൾ മിസ്റ്റർ സ്മിത്തിന് എന്താണ് ഇത് അഗ്രി ചെയ്യാൻ പറ്റിയില്ല. മിസ്റ്റർ സ്മിത്ത് എന്താണ് ഇതിന് അഗെയിൻസ്റ്റ് ആയിരുന്നു. മാർത്തയ്ക്ക് എന്നെ അർഹതപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണം എന്നുള്ള രീതിയായിരുന്നു ആർക്ക്? സ്മിത്തിന് ഉണ്ടായിരുന്നത്.
Then the school management changed the policy and decided to charge $15 for the scholarship jacket. ആ ഒരു സമയത്താണ് എന്ത് മാർത്ത ഓൾറെഡി ഈ ഒരു സംഭവം അറിഞ്ഞു, ജവാന് കൊടുക്കാനുള്ളതാണെന്ന് അറിഞ്ഞു. ആ ഒരു സമയത്താണ് എന്ത് നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് എന്ത് മാറ്റണത്, അവരുടെ ആ ഒരു ഡിസിഷൻ മാറ്റണത്. സ്കോളർഷിപ്പ് ജാക്കറ്റ് വെറുതെ കൊടുക്കാനുള്ള ഡിസിഷൻ മാറ്റിയിട്ട് എന്താണ് അതിന് ഏകദേശം ഒരു $15 കോസ്റ്റ് ഉണ്ടെന്ന് ആര് പറയാണ്, പ്രിൻസിപ്പൾ നമ്മുടെ മാർത്തിനോട് പറയാണ്. ഓക്കെ, they thought Martha could not afford to pay some as she was the daughter of a poor Mexican farmer. അപ്പൊ അവരെന്താണ് വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് ബോർഡ് ആയാലും അവിടെയുള്ള മിസ്റ്റർ ബൂൺ അങ്ങനെയുള്ള ടീച്ചേഴ്സ് ആയാലും വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർത്ത ഒരു പാവപ്പെട്ട ഒരു ഫാമറിന്റെ മകളാണ്, ഒരു മെക്സിക്കൻ ആയിട്ടുള്ള പാവപ്പെട്ട ഒരു ഫാമറിന്റെ മകളാണ്. അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്രയും പൈസ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അവൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് മേടിക്കൂല, പകരം ജവാന് കൊടുക്കാന്നായിരുന്നു ആരുടെ തീരുമാനം, അവിടെയുള്ള ആ ഒരു ബോർഡിന്റെ ആയാലും അവിടെയുള്ള ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആ സ്കൂളിൽ നിന്നാണ് ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ തീരുമാനം അങ്ങനെയായിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. When the principal told her about this decision, she became very much shocked and disappointed. അപ്പൊ പ്രിൻസിപ്പൾ ആണ് എന്തുകൊണ്ട് ഈ ഒരു തീരുമാനത്തിനെ പറ്റി പറയണത്. അപ്പൊ ഇത് പറഞ്ഞപ്പോ നമ്മൾ ഭയങ്കര ഷോക്കായി, ഡിസപ്പോയിന്റഡ് ആയി. ഓക്കെ, ഭയങ്കര ഷോക്കായി. കാരണം എന്താണ്, ഇവിടെ ഇവൾക്ക് തരില്ലാന്നോ അല്ലെങ്കിൽ മാർക്ക് കുറച്ച് കാണിക്കുമെന്ന് അങ്ങനെ വിചാരിച്ചു. പക്ഷെ എന്താണ് അത് പൈസ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആരും വിചാരിച്ചിരുന്നില്ല, നമ്മുടെ മാർത്ത വിചാരിച്ചിരുന്നില്ല. ഓക്കെ, in great despair and disappointment, she went home and asked her grandfather to pay for the award. Okay, അപ്പൊ എന്താണ് ഇവൾക്ക് വളരെയധികം വിഷമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു നിവർത്തി ഇല്ലാതായപ്പോൾ എന്താണ് ഇവള് ഗ്രാൻഡ് ഫാദറിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ചാപ്റ്റേഴ്സ് ഒക്കെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാത്തത്. ഇവൾ എന്താണ് ഗ്രാൻഡ് ഫാദറിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവളുടെ അച്ഛൻ എന്താണ് ഭയങ്കര ഒരു പാവപ്പെട്ട ഒരു ഫാമർ ആയതുകൊണ്ട് ഇവളെ വളർത്താൻ വേണ്ടി ആർക്ക് കൊടുത്തേക്കാണ്, ഗ്രാൻഡ് ഫാദറിന് കൊടുത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ഫാദറിന്റെ വീട്ടിലാണ് ആര് നിൽക്കുന്നത്, മാർത്ത നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഗ്രാൻഡ് ഫാദറിനോടാണ് അവള് പൈസ പോയി ചോദിക്കണത്. ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കാം. Though he was an illiterate old farmer, he was determined not to pay and buy the award. അപ്പോ നമ്മുടെ ഗ്രാൻഡ് ഫാദർ എന്താണ് ഇല്ലിറ്ററേറ്റ് ആണ്, അയാൾക്ക് എന്താണ് ഇംഗ്ലീഷ് ഭാഷ അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ, അയാൾക്ക് ആകെ സ്പാനിഷ് ആ ഒരു ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. അപ്പൊ എന്താ, പക്ഷെ ഇയാൾ പറയുകയാണെന്ത് ഒരു അവാർഡ് പൈസ കൊടുത്ത് മേടിക്കാൻ ആരും സമ്മതിച്ചില്ല, നമ്മുടെ ഗ്രാൻഡ് ഫാദർ സമ്മതിച്ചില്ല. ഇപ്പൊ നിങ്ങളായാലും സമ്മതിക്കോ, നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു അവാർഡാണോ നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കാൻ സമ്മതിക്കോ, ഇല്ല. അപ്പൊ ആ ഒരു അവാർഡ് പൈസ കൊടുത്ത് മേടിക്കാനായിട്ട് ആരും സമ്മതിച്ചില്ല, നമ്മുടെ ഗ്രാൻഡ് ഫാദർ സമ്മതിച്ചില്ല. He said that if she paid for it, it wouldn't be a scholarship. അപ്പോ എന്താണ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, നീ അതിന് പൈസ കൊടുക്കുകയാണെങ്കിൽ, നീ എന്താണ് ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റിന് പൈസ കൊടുത്താണോ ആ ഒരു അവാർഡ് മേടിക്കണമെങ്കിൽ അത് എന്താവില്ല, ഒരു സ്കോളർഷിപ്പ് ആവില്ല, നിനക്ക് കിട്ടുന്ന അവാർഡ് ആവില്ല. നീ പൈസ കൊടുത്ത് മേടിക്കണേ, നമുക്ക് അവാർഡുകൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല. നമുക്കത് കിട്ടണം, നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. അപ്പൊ അത് പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല എന്ന് ആര് പറയാണ്, നമ്മുടെ ഗ്രാൻഡ് ഫാദർ മാർത്തയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. The next day, desperate Martha met the principal and informed him that her grandfather was not going to pay. അപ്പോ പിറ്റേ ദിവസം എന്താണ് വളരെയധികം വിഷമിച്ച നമ്മുടെ മാർത്ത എന്താണ് പ്രിൻസിപ്പളിനോട് പോയിട്ട് പറയാണ്, എന്ത് ഗ്രാൻഡ് ഫാദർ പൈസ തരില്ല എന്ന് പറഞ്ഞു എന്ന് പറയാണ്. ഓക്കെ, she was about to leave the principal's office totally depressed when the principal asked her to wait. അപ്പൊ എന്താണ് ഇത് പറഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞതിന്റെ കൂടെ ഇങ്ങനെ കൂടി പറയുന്നുണ്ട് കേട്ടോ, അല്ലെ ആ ഒരു സമയത്ത് എന്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ഇത് എന്ത് കൊടുത്തോ, നിങ്ങളുടെ ജവാൻ എന്നെ കൊടുത്തോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സ്ലിപ്പായി പോകുന്നുണ്ട്, അങ്ങനെ ഒരു സെന്റൻസ് സ്ലിപ്പായി പോകുന്നുണ്ട്. എന്താ പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു ജാക്കറ്റ് ജവാൻ എന്നെ കൊടുത്തോ എന്നൊരു സെന്റൻസ് സ്ലിപ്പായി പോകുന്നുണ്ട് മാർത്തയുടെ കയ്യിൽ നിന്ന്. അത് പറഞ്ഞതിന് ശേഷവും പിന്നെ എന്താണ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞ കാര്യവും പറയുന്നുണ്ട്, ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്താണ് പൈസ കൊടുത്ത് മേടിച്ചുള്ളത് സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവില്ല എന്നുള്ള കാര്യം പറഞ്ഞതിന് ശേഷമാണ് എന്ത് മാർത്ത തിരിച്ചു പോകുമ്പോൾ, മാർത്ത അത്രയും വിഷമിച്ച് തിരിച്ചു പോകുമ്പോൾ പ്രിൻസിപ്പൾ ബാക്ക് ചെയ്ത് വിളിക്കുന്നത്. ഓക്കെ, he said that they had decided to make an exception in Martha's case and award her the jacket free of cost. അപ്പോ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, മാർത്തയുടെ കേസിൽ ഈ ഒരു വർഷം എന്ത് ചെയ്യുക, ഒരു എക്സെപ്ഷൻ വെക്കാം, മാർത്തയ്ക്ക് എന്നെ എന്ത് തരാന്ന് പറയാണ്, സ്കോളർഷിപ്പ് ജാക്കറ്റ് തരാന്ന് നമ്മുടെ പ്രിൻസിപ്പൾ പറയാണ്. Upon hearing that, she couldn't control herself. അപ്പൊ അത് കേട്ടപ്പോ നമ്മൾക്ക് അവളുടെ സെൽഫിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. കാരണം അത്രയും സന്തോഷമുള്ള ഒരു വാർത്തയാണ് കേൾക്കണം. അപ്പൊ നിങ്ങൾക്കായാലും എന്താണ്, നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സാധനം പെട്ടെന്ന് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ, അതാണ് പറയണം. ഓക്കെ, മിസ്റ്റർ സ്മിത്ത് വാസ് ഓൾസോ വെരി മച്ച് ഹാപ്പി. അയ്യോ, അതിനിടയിൽ ഒരു സെന്റൻസ് പറഞ്ഞു, ഷീ വാണ്ടഡ് ടു യെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ചെടുക്കാന്നുണ്ടോ, ഭയങ്കരമായിട്ട് ഒച്ചെടുക്കാം. jump, run the mile and do something. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അവൾക്ക് എന്താണ് ഇങ്ങനെ ഒച്ചയെടുത്ത് ചാടിത്തുള്ളി നടക്കാനൊക്കെ തോന്നി. കാരണം എന്താണ്,
അത്രയും ഒരു സന്തോഷം വന്നുകൊണ്ടാണ് മിസ്റ്റർ സ്മിത്ത്, നമ്മുടെ ഹിസ്റ്ററി ടീച്ചർ ആയാലും ഇവളുടെ ആ ഒരു വിജയത്തിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു എന്നാണ് പറയുന്നത്. ഷീ എക്സ്പ്ലെയിൻഡ് എവറിത്തിങ് ടു ഹർ ഗ്രാൻഡ് ഫാദർ ബട്ട് ഹി വാസ് അപ്പാരന്റ്ലി മോഷൻലെസ്. അപ്പൊ എന്താണ് നടന്ന കാര്യങ്ങളൊക്കെ, സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ ആരോട് പോയി പറയുള്ളൂ? നേരെ ഗ്രാൻഡ് ഫാദറിനോട് പോയി പറയും. അതായത് ഗ്രാൻഡ് ഫാദർ പറഞ്ഞ കാര്യങ്ങൾ പ്രിൻസിപ്പളിനോട് പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ആളെന്താണ് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ആരാ മനസ്സിലില്ല, ഗ്രാൻഡ് ഫാദറിന് കാണിക്കണില്ല. അവിടെ മനസ്സിലുണ്ടാവും, ചിലപ്പോൾ ഗ്രാൻഡ് ഫാദർ പുറത്തോട്ട് കാണിക്കണില്ല. ഓക്കെ, പെർഹാപ്സ് he was alone having a cry or joy in his mind. അപ്പോൾ പറയുകയാണെന്ന് ചിലപ്പോൾ അയാളുടെ മനസ്സിൽ എന്താണ് ഒരു സന്തോഷം കൊണ്ടുള്ള ഒരു കരച്ചിലോ അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര സന്തോഷമോ എന്തെങ്കിലും അയാളുടെ മനസ്സിലുണ്ടാവും. പക്ഷെ അയാൾ എന്ത് ചെയ്യണില്ല, അത് പുറത്തോട്ട് പ്രകടിപ്പിക്കണില്ല. അപ്പൊ ഇതാണ് നമ്മുടെ സമ്മറി. ചാപ്റ്ററിന്റെ ഒരു കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള സമ്മറിയാണ്. ശരിക്കും നിങ്ങൾ എഴുതുമ്പോൾ എന്താണ് കുറച്ചും കൂടിയും എലാബറേറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, കുറച്ചും കൂടിയും ഇൻസിഡൻസ് ഒക്കെ കൂട്ടിച്ചേർത്ത് വേണം എഴുതാനായിട്ട്. ഇനി ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാർത്താസ് ഗ്രാൻഡ് ഫാദർ. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, കാരണം ഓൾറെഡി നമ്മൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, സമ്മറിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയണത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് എഴുതേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് തന്നെ എന്താ എഴുതാ, മാർത്താസ് ഗ്രാൻഡ് ഫാദർ ഈസ് പ്രോബ്ലി ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. ഓക്കെ, പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സംഭവമാണ്. ആൾക്ക് എന്താണ് സ്വന്തമായിട്ട് ഒരു 200 acre റാഞ്ച് ഉണ്ട്, ആ ഒരു കാര്യങ്ങൾ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കാണിച്ചു തരാം. എന്താണ് 200 acre റാഞ്ച് ഉണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താം. പിന്നെ എന്താണ് അൺഎഡ്യൂക്കേറ്റഡ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, ഇതൊക്കെ എഴുതേണ്ട കാര്യങ്ങളാട്ടോ. അൺഎഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഓക്കെ, ഫൈനലി ഹിസ് വേർഡ്സ് വിൻ ആൻഡ് മാർത്ത ഗെറ്റ്സ് ദി അവാർഡ്. അയാളുടെ വാക്കുകൾ കൊണ്ടാണ് മാർത്തയ്ക്ക് ആ ഒരു അവാർഡ് കിട്ടിയെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നോക്കിയേ, ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഒന്ന് ആഡ് ചെയ്യുക. ഹി സ്റ്റിൽ ഡസന്റ് എക്സ്പ്രസ് ഹിസ് റീജോയ്സ് ത്രൂ വേർഡ്സ്. ഓക്കെ, അപ്പോൾ ഈ കുറച്ച് കാര്യം ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞതാണ്. ഒരു സിമ്പിൾ ആണ്, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് ആണ്. ഞാൻ അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, ആവശ്യമുള്ളവർ പെട്ടെന്നൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. ഓക്കെ, ഇതാണ് അതിന്റെ ബാക്കി ഭാഗം വരുന്നത്. ഇനി അടുത്തത് ക്യാരക്ടർ സ്കെച്ച് ഓഫ്, ഇവിടെ പേര് മാറിപ്പോയിട്ടോ, മാർത്ത. ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാർത്ത. ഓക്കെ, അപ്പൊ മാർത്തനെ പറ്റി എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, 14 വയസ്സാണ്. പിന്നെ നോക്കിയേ, A level സിൻസ് ഹെർ ഫസ്റ്റ് ഗ്രേഡ്. ഈ കുറച്ച് കാര്യങ്ങൾ എഴുതണം. പിന്നെ പറയുന്ന ഒരു കാര്യമാണ് മാർത്ത ഈസ് എ ഡോട്ടർ ഓഫ് എ പുവർ മെക്സിക്കൻ ഫാം ലേബറർ. ഈ ഒരു കാര്യം കൂടിയും ആഡ് ചെയ്യണം. പിന്നെ ഈ കാര്യം കേട്ടോ, ഇൻ അപ്പിയറൻസ് ഷീ ഈസ് വെരി ലീൻ ആൻഡ് ഹെർ ഫ്രണ്ട് കോൾഡ് ഹെർ ബീൻ പോൾ ആൻഡ് സ്ട്രിങ് ബീൻ. അതായത് അവൾക്ക് ഭയങ്കര വണ്ണം കുറവായതുകൊണ്ട് അവളെ കളിയാക്കണ പേരുകളാണത്. ഓക്കെ, അപ്പൊ എന്ത് എഴുതുമ്പോ നമ്മുടെ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഇതൊക്കെ ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ സംഭവം eventually the principal asked her to pay $15 for the awards. അതും കൂടി നിങ്ങളൊന്ന് ആഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് പിന്നെ ബാക്കി ഭാഗങ്ങൾ വരുന്നത്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ബോറിംഗ് ആയിരിക്കും, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. ഒന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ. ഓക്കെ ഓക്കെ, ഇനി നമ്മ നെക്സ്റ്റ് പറയാൻ പോണതാണെന്ത്, ദ നെവർ നെവർ നെസ്റ്റ് ബൈ സെഡ്രിക് മൗണ്ട്. അപ്പോൾ ഇതൊരു പ്ലേ ആണ്, ഭയങ്കര എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഭയങ്കര സിമ്പിൾ ആൻഡ് കോമഡി ഉണ്ട്, കുറച്ച് ട്രാജഡി ഉണ്ട് അല്ലേ. ഒരു ട്രാജിക് കോമഡി പോലത്തെ ഒരു പ്ലേ ആണ് എന്ത്, ദ നെവർ നെവർ നെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നെവർ നെവർ നെസ്റ്റ് നിങ്ങൾ ഓൾറെഡി അറിയണതായിരിക്കും. പക്ഷെ ഇതിൽ നിന്ന് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ റിവ്യൂ ആണ് ഞാൻ ഈ കൊടുത്തേക്കണം. ഈ റിവ്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നെവർ നെസ്റ്റിൽ നിന്ന് മെയിൻ ആയിട്ട് ചോദിക്കണം അതാണ്. പിന്നെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ആൻജെയിന്റെ ഡയറി ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഇത് റിവ്യൂ പഠിച്ചു വെക്കാം കേട്ടോ. നിർബന്ധമായിട്ടും റിവ്യൂ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ നമുക്ക് നോക്കാം. ദ നെവർ നെവർ നെസ്റ്റ് ഈസ് വൺ ആറ്റ് പ്ലേ. ഇതൊരു വൺ ആറ്റ് പ്ലേ ആണ് കേട്ടോ. വൺ ആറ്റ് പ്ലേ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഇതൊരു വൺ ആറ്റ് പ്ലേ ആണ് ബൈ സെഡ്രിക് മൗണ്ട് ആണ് എഴുതിയേക്കുന്നത്. ദ മെയിൻ ക്യാരക്ടേഴ്സ് ആർ, ക്യാരക്ടേഴ്സിന്റെ പേര് കാണാതെ പഠിക്കണം. കാരണം ഒരു പ്ലേ എഴുതുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതുന്നതാണത് അതിനുള്ള ക്യാരക്ടേഴ്സിന്റെ പേര്. ഓക്കെ, ജാക്ക് ആൻഡ് ജിൽ എ കപ്പിൾ, ആൻജെയിൻ ആൻഡ് നഴ്സ്. ഇതാ ആകെ കുറച്ച് ക്യാരക്ടേഴ്സോട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ജാക്കും ജിലും ഒരു കപ്പിളാണ്. പിന്നെ ആൻജെയിൻ എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണുണ്ട്, പിന്നെ ഒരു നഴ്സ്. ജാക്ക് ആൻഡ് ഹിസ് വൈഫ് ജിൽ ലീഡ് എ കംഫർട്ടബിൾ ആൻഡ് ലക്ഷറിയസ് ലൈഫ് ഇൻ ദെയർ ബ്യൂട്ടിഫുൾ വില്ല അറ്റ് ന്യൂ ഹാംസ്റ്റഡ്. അപ്പൊ ജാക്കിന്റെ വൈഫും എന്താണ് ഒരു കംഫർട്ടബിളും ലക്ഷറിയസ് ആയിട്ടുള്ള എന്താണ് ഒരു ലൈഫ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അവരുടെ പുതിയ വില്ല ആയിട്ടുള്ള ന്യൂ ഹാംസ്റ്റഡിൽ. ഓക്കെ, one day ആൻജെയിൻ came to visit their house. അപ്പോൾ ഒരു ദിവസം എന്താണ് ആൻജെയിൻ എന്താണ് ഇവരെ
ഹൗസ് കാണാൻ വേണ്ടി വരികയാണ്. ഒരു ദിവസം എന്താണ് ആൻജൈൻ ഇവരുടെ വീട് കാണാൻ വേണ്ടി വരികയാണ്. ജാക്ക് ആൻഡ് ജിൽ ഷോഡ് ഹർ their house furniture and all other household things with much pride. അപ്പൊ ജാക്കും ജില്ലും എന്താണ് ആ ഒരു വീട്ടിലുള്ള എല്ലാ ഫർണിച്ചേഴ്സും എല്ലാ കാര്യങ്ങളും ആർക്ക് കാണിച്ചു കൊടുക്കുകയാണ്? നമ്മുടെ ആൻജൈന് ഭയങ്കര പ്രൈഡോട് കൂടി കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, they had good furniture, a car, a refrigerator, a piano and a radiogram in addition to their beautiful house. ഈ കാര്യങ്ങളെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ, അവരെന്താണ് മെയിൻ ആയിട്ട് കാണിച്ചു കൊടുത്തെന്നുള്ളത്. കാരണം അത് എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ് ആ ഒരു ചാപ്റ്ററിൽ. ഗുഡ് ഫർണിച്ചർ, എ കാർ, എ റെഫ്രിജറേറ്റർ. റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രിഡ്ജ് ആണ്. പിയാനോ ആൻഡ് റേഡിയോഗ്രാം ഇൻ അഡീഷൻ ടു ദ ബ്യൂട്ടിഫുൾ ഹൗസ്. അപ്പൊ എന്താണ് അവർക്ക് എന്തുണ്ട്? ഗുഡ് ഫേർണിച്ചേഴ്സ്, കുറെ അധികം ഫേർണിച്ചേഴ്സ്, നല്ല ഫേർണിച്ചേഴ്സ് ഉണ്ട്. കാർ ഉണ്ട്, പിയാനോ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ എന്താണ് റേഡിയോഗ്രാം ഉണ്ട്. അതായത് സ്വന്തം വീട്ടിലിട്ട് അവരുടെ സ്വന്തം വീട്ട്, ആ വീടിനെ കൂടാതെ ഈ സാധനങ്ങൾ മൊത്തം അവർക്ക് സ്വന്തമായിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കാം. ആൻജൈൻ വാസ് മച്ച് ഇംപ്രസ്ഡ് ബൈ ദി ഫെസിലിറ്റീസ് ഇൻ ദി ഹൗസ്. അപ്പൊ ആൻജൈൻ എന്താണ് ഇവിടുത്തെ ആ ഫെസിലിറ്റീസ് ഒക്കെ കണ്ട ഭയങ്കര ഇംപ്രസ് ആയി. ഓ നല്ല കൊള്ളാം, നല്ല സെറ്റപ്പ്, ആ ഒരു സംഭവത്തിൽ എന്താണ് നല്ല ഇഷ്ടമായി. എല്ലാം നല്ല വൃത്തിയായിട്ട് അടക്കി ഒതുക്കി വെച്ച വീട്, കുറെ സാധനങ്ങളുണ്ട് വീട്ടില്. അപ്പൊ ഇംപ്രസ് ആയി. ഓക്കെ, ഇനി she thought that they had to pay a huge amount as rent and she asked how much it was. അപ്പോ നമ്മുടെ ആൻജൈൻ വിചാരിക്കുകയാണെന്ന് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടാണ്. അപ്പൊ ആ ഒരു വീടിന് എന്താണ് അത്യാവശ്യം റെന്റും വരും. അപ്പൊ ചോദിക്കുന്നുണ്ട് എന്താ എത്ര രൂപയാണ് റെന്റ് വരുന്നത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, Jack and Jill said that they did not have to pay rent. They owned and all the things include the villa as theirs. അപ്പൊ പറയാണെന്ത് അവരെന്ത് ചെയ്യണില്ല, റെന്റ് ഒന്നും അടയ്ക്കണില്ല. മാത്രല്ല ആ ഒരു വില്ല ആരാണ് ഓൺ ചെയ്യണത്? അവർ തന്നെയാണ് ഓൺ ചെയ്യണത്. ആ വില്ല എന്താണ് അവരെ സ്വന്തമാണ്, സ്വന്തമായിട്ട് മേടിച്ചാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻജൈൻ could not believe this. ആൻജൈൻ എന്താണ് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. She doubted whether she wrote by mistake 2,000 pounds instead of 200 in the check which she had given them as a wedding gift. അപ്പൊ എന്താണ് ആൻജൈൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ ഇവിടെ കല്യാണമൊക്കെ ആവുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും, പൈസ വെക്കലിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. അപ്പൊ അതേപോലത്തെ നമ്മുടെ ആൻജൈൻ എന്താണ് നമ്മുടെ ജാക്കിനും ജില്ലിനും വെഡിങ്ങിന് ഒരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു. ആ ഗിഫ്റ്റിൽ ചെക്കായിരുന്നു. ഒരു ചെക്കിൽ എന്താണ് 200 pounds ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കാണ്, ഞാൻ ദൈവമേ ഞാൻ 200 poundsന് പകരം 2000 ആണോ കൊടുത്തത്? കാരണം ഇവരെന്താണ് ഇവരെ ലീവിങ് അങ്ങനെയാണ്. ഇവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഡൗട്ട് ആവേണി, ഞാൻ അങ്ങനെയാണോ എഴുതിയെന്ന് ഇങ്ങനെ ഡൗട്ട് ആവേണി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. But when Anjane asked her seriously whether they really own all things, they said that they bought all those things on installment system. അപ്പോൾ ആൻജൈൻ എന്താണ് വീണ്ടും ഇങ്ങനെ ഡൗട്ട് അടിച്ചിട്ട് ചോദിക്കുകയാണ്, സീരിയസ് ആയിട്ട് ചോദിക്കുമ്പോൾ അവർ പറയുകയാണെന്ത് അവളുള്ള സാധനങ്ങൾ മൊത്തം അവർ മേടിച്ചാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എങ്ങനെയാണ് മേടിച്ചേക്കുന്നത്? ഇൻസ്റ്റാൾമെന്റിനാണ് മേടിച്ചേക്കുന്നത്. ഓക്കെ, ഇനി she asked them how much they had to pay as installments and how much Jack earned weekly. അവിടെ വീക്ക്ലി എന്നാണ് കേട്ടോ. ഓക്കെ, അത് ഞാൻ ഇപ്പോഴത്തെ എഴുതി വെക്കാം. ഹൗ മച്ച് ജാക്ക് earned വീക്ക്ലി. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ എന്ത് വരും, ഇൻസ്റ്റാൾമെന്റ്സ് വരും, പിന്നെ എന്താണ് എത്ര രൂപ നിങ്ങൾ വീക്ക്ലി ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവര് റിപ്ലൈ കൊടുക്കുകയാണ്. Jack replied that he earned 6 pounds weekly and they had to pay 7 pounds and 8 pence a week as installment. ഇത് മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു സെന്റൻസ് ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു സെന്റൻസ് ആണ്. അതായത് എന്താണ് ജാക്ക് റിപ്ലൈ കൊടുക്കുകയാണെന്ന്, ജാക്ക് എന്താണ് ഒരു 6 pounds എന്താണ് വീക്ക്ലി ഏൺ ചെയ്യുന്നുണ്ട്, വീക്ക്ലി ശമ്പളം ഉണ്ട്. പക്ഷെ അവനക്ക് എന്താണ് 7 pounds and 8 pence a week ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. അതായത് വരവിനേലും കൂടുതൽ ചെലവ് ആർക്കുണ്ട്? ജാക്കിനുണ്ടെന്ന് ജാക്ക് പറയാണ്. ഓക്കെ, ഇനി they would take loan from certain finance corporations to pay the extra amount and that also they would pay off in the installments. അപ്പോൾ നമ്മുടെ ആൻജൈൻ ഒബ്വിയസ്ലി ചോദിക്കില്ല അപ്പൊ ബാക്കി പൈസക്ക് എന്ത് ചെയ്യുന്ന നോക്കിയപ്പോൾ പറയാണെന്ത് അവിടെ ബാങ്കിൽ നിന്ന് നമുക്ക് ലോണൊക്കെ കിട്ടില്ല, അതേപോലെ ലോൺ എടുത്തിട്ടാണ് എന്ത് ആ പൈസ കൊടുക്കുക. അപ്പൊ ആൻജൈൻ ചോദിക്കുക അപ്പൊ ആ ലോൺ എടുത്ത പൈസ എങ്ങനെ കൊടുക്കും? അതും ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കും. അപ്പൊ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫ് എന്നാണ് ഫുൾ ഓഫ് ഇൻസ്റ്റാൾമെന്റ്സ് ആണ്. ഓക്കെ, അതായത് ആദ്യം ഒരു സാധനം മേടിച്ചു, അത് ഇൻസ്റ്റാൾമെന്റിന് മേടിച്ചു, അതടയ്ക്കാൻ പൈസ ഇല്ലാണ്ടായപ്പോ വീണ്ടും ലോൺ എടുത്തു, ലോൺ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം, അങ്ങനെയാണ് ഒരു ജീവിക്കണത്. മൊത്തം ഒരു ഇൻസ്റ്റാൾമെന്റോടുള്ള ഒരു ജീവിതമാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ആൻജൈൻ വാസ് against the installment system and her motto was cash down payment. അപ്പോൾ പറയുകയാണത് ആൻജൈൻ എന്താണ്
ടോട്ടലി അഗെയിൻസ്റ്റ് ആണ് എന്തിനോട്, ഈ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്ന സിസ്റ്റത്തിനോട് എന്താണ്, ടോട്ടലി അഗെയിൻസ്റ്റ് ആണ്. She disapproved Jack and Jill's way of life. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ആൻജൈന് എന്ത് ചെയ്യാൻ പറ്റില്ല, ജാക്കിന്റെയും ജില്ലിന്റെയും ലൈഫ് അപ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഓക്കെ. She refused to sit on furniture there as they did not belong to Jack and Jill fully, and she hastened to leave their house. അപ്പൊ എന്താണ്, അവൾക്ക് ആ ഒരു ഫേർണിച്ചറിൽ പോലും ഇരിക്കാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം അവൾ പറയുകയാണെന്ത്, നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് അടച്ചു തീരുന്ന വരെ എന്താണ്, അത് മറ്റുള്ള ഒരു പാർട്ടാണ്, നിങ്ങളുടെ മാത്രം പാർട്ടല്ല, മറ്റുള്ളവരുടെ പാർട്ടും കൂടിയാണ്. അപ്പൊ ഞാൻ എങ്ങനെ മറ്റുള്ളവരൊരു ഫേർണിച്ചറും വിശ്വസിച്ചിരിക്കും എന്നാണ് ആര് ചോദിക്കണത്, ആൻജൈൻ ചോദിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അവൾക്ക് ആകെ ദേഷ്യം കൊണ്ട് അവൾ അവിടെ നിന്ന് പോവാനായിട്ട് പോവാണ്. ഓക്കെ. Jack offered to take her to the station in his car, but she refused to travel in the car of which he owned only the steering wheel, one of the tires and two of the cylinders. അപ്പോ ഇവള് പോവാൻ നിൽക്കണ നേരത്തെ നമ്മുടെ ജാക്ക് പറയണ്ടെന്നാ, ഞാൻ കാറിനാക്കി തരാന്ന് പറയുമ്പോൾ പറയാണ് ഇല്ല, എന്താണ്, കാർ നേരത്തെ ചോദിക്കുമ്പോൾ ഒരു പറയും ഈ കാറിൽ എന്താണ്, ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു സെന്റൻസ് ശ്രദ്ധിക്കാട്ടെ, കാറിനെ പറ്റി ഇടക്കിടക്ക് എടുത്തെടുത്ത് പറയുന്നുണ്ട്. നോക്കിയേ, ഓൺലി സ്റ്റിയറിംഗ് വീൽ ആൻഡ് വൺ ഓഫ് ദി ടയർ ആൻഡ് ടു ഓഫ് ദി സിലിണ്ടേഴ്സ്. അപ്പൊ ഇവര് പറയേണ്ടത് എന്ത്, ഫുള്ള് ഞങ്ങളുടെയാണെന്ന് പറയാൻ പറ്റില്ല, കാർ എന്താണ് ഫുള്ള് ഞങ്ങളുടെന്ന് പറയാൻ പറ്റില്ല, എന്ത്, ഒരു സ്റ്റിയറിംഗ് വീലും ഒരു ടയറും 2 സിലിണ്ടറും ഞങ്ങളുടെയാണ്. അപ്പൊ അത് നേരെ തിരിച്ച് ചോദിക്കുകയാണ് എന്ത്, ഇങ്ങനെയുള്ളൊരു കാറിൽ ഞാൻ എങ്ങനെ യാത്ര ചെയ്യുന്നു ആര് ചോദിക്കുകയാണ്, നമ്മുടെ ആൻജൈൻ ചോദിക്കുകയാണ്. ഓക്കെ. ഇനി ബിഫോർ ലീവിംഗ് ഷീ ഗേവ് ജിൽ എ ചെക്ക് ഫോർ £10 to pay at least one of their bills. അപ്പൊ പോണതിന് മുൻപ് എന്താണ്, നമ്മുടെ ആൻജൈൻ ജില്ലിന്റെ കയ്യിൽ എന്ത് കൊടുക്കുകയാണ്, ഒരു ചെക്ക് കൊടുക്കണം. ആ ഒരു ചെക്കിൽ എത്ര രൂപയുണ്ട്, £10 ആണുള്ളത്. എന്നിട്ട് പറയുകയാണെന്ന്, ഇത് വെച്ച് ഒരു ബില്ലെങ്കിലും അടക്കി എന്ന് പറയാണ്. ഓക്കെ. Jill decided to pay the doctor's bill with it so that they could at least on their baby as theirs. അപ്പൊ ജില്ല് എന്താ വിചാരിക്കണേ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു ഡോക്ടറിന് പൈസ കൊടുക്കാം, ഡോക്ടറിന് കുറച്ച് പൈസ ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കാനുണ്ട്, അപ്പൊ ഡോക്ടറിന് പൈസ കൊടുക്കാം, അപ്പോഴേ ആ ഒരു ബേബി വരെ സ്വന്തമാവുള്ളൂ, ഒരു കുട്ടി ഉണ്ട്, ഈ ഒരു കുട്ടി വരെ സ്വന്തമാവുള്ളൂ എന്ന് പറയാണ്. Okay, she put the check in an envelope, addressed it to the Dr. Martin and sent the nurse to post it. അപ്പൊ എന്താണ്, അവിടെ ഒരു ചെക്ക് എടുത്ത്, ആ ചെക്ക് എടുത്തിട്ട് എന്താണ് എൻവലപ്പിലാക്കി പോസ്റ്റ് ചെയ്യാനായിട്ട് ആരേൽ കൊടുക്കുകയാണ്, നേഴ്സിന്റെ കൊടുക്കുകയാണ്. നേഴ്സ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. When Jack asked Jill why she sent the money to the doctor, she told him crying with that the one installment at least the baby really theirs. അപ്പൊ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ജാക്ക് തിരിച്ചുകൊണ്ട് ജാക്ക് ചോദിക്കുകയാണെന്ത്, നീ എന്തിനാണ് ഡോക്ടർക്ക് പൈസ അയച്ചത്? അപ്പോൾ അവള് പറയാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഇൻസ്റ്റാൾമെന്റ് അടച്ചാലേ ആ ഒരു ബേബി നമ്മുടെ സ്വന്തമാവുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് എന്താണ്, ഇൻസ്റ്റാൾമെന്റ്സിന് സാധനം എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എന്താണ്, കുറേ അധികം നമ്മൾ കടങ്ങളെ വരുത്തി വെക്കാൻ പാടില്ല എന്നാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ. അപ്പൊ ഈ 2 ചാപ്റ്ററും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണു. സ്കോളർഷിപ്പ് ജാക്കറ്റ് ആൻഡ് നെവർ നെവർനെസ് എന്ന് പറഞ്ഞ ഈ 2 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 2 ചാപ്റ്റേഴ്സും എക്സാമിന് നിർബന്ധമായിട്ടും പഠിക്കേണ്ട 2 ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമന്റ് ചെയ്ത് പറയാം. ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.